മുടിക്ക് ഒട്ടും ഉള്ളില്ലാത്തവരാണോ? എന്നാൽ ഈ വീഡിയോ ഉറപ്പായിട്ടും കണ്ടു നോക്കൂ. നിങ്ങൾക്ക് 100 അല്ല 101% റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. തലയോട്ടി തെളിഞ്ഞു കാണുന്നതും നെറ്റി കയറൽ മാറ്റിയെടുക്കാനും താരനും മുടികൊഴിച്ചിലും കൺട്രോൾ ചെയ്ത് തലയോട്ടി നിറയെ പുതിയ മുടികൾ കിളിർത്തു വരുന്നതിന് സഹായിക്കുന്ന ഒരു ഹെയർ ടോണറാണിത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. അപ്പം നമുക്ക് ഒട്ടും സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ഉലുവയാണ്. 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത്. കഴുകി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് ഉലുവ എടുത്തിരിക്കുന്നത്. മുടി കൊഴിച്ചിൽ തടയാനും മുടി നല്ല തിക്കായിട്ട് വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഉലുവ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വേണ്ടത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം നമ്മൾ എടുത്തിരിക്കുന്നത് മുടിക്ക് നല്ല കറുപ്പ് നിറവും നല്ല ഷൈനിങ് ഒക്കെ കിട്ടാനായിട്ടും തിക്ക് വെക്കാനും താരൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനും ഉലുവ അതെ കരിഞ്ജീരകം അതെ വളരെ നല്ലതാണ് കേട്ടോ. മുടി കൊഴിച്ചിൽ നന്നായിട്ടുണ്ട്, മുടിക്ക് ഒട്ടും ഉള്ളു വെക്കുന്നില്ല, താരൻ്റെ പ്രശ്നം കാണാൻ ഒരു രക്ഷയുമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും ഈ ഹെയർ ടോണർ യൂസ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണിത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് കാണണേ. ഉലുവയും കരിഞ്ജീരകവും ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഹെയർ ടോണറാണ് കേട്ടോ ഇത്. എനിക്ക് മൈഗ്രെയിൻ ഉള്ളൊരു പ്രശ്നമാണ്. മൈഗ്രെയിൻ്റെ സമയത്ത് എനിക്ക് മുടി നന്നായിട്ട് കൊഴിയാറുണ്ട്. ആ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഹെയർ ടോണർ ഉപയോഗിക്കുന്നത് കേട്ടോ. എനിക്ക് നല്ല റിസൾട്ടാണ് ഈ ഹെയർ ടോണർ യൂസ് ചെയ്യുമ്പോൾ കിട്ടാറ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പിച്ച് നിങ്ങളോട് ഉപയോഗിക്കാനായിട്ട് പറയുന്നത്. അപ്പം ഞാനൊരു ബൗളിലേക്ക് ഉലുവയും കരിഞ്ജീരകവും പൊടിച്ചു വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. കുഞ്ഞു ചായക്കപ്പിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ 1.5 കപ്പ് വെള്ളം എന്നുള്ളത് തിളപ്പിച്ചിട്ട് 1 കപ്പ് വെള്ളമാക്കി എടുക്കണം. ഞാനൊരു അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് ആദ്യം നമുക്ക് തീ കുറച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് തീ നല്ല രീതിയിൽ കൂട്ടി വെക്കാം. അതിനുശേഷം ഒന്നും കൂടി തീ കുറച്ചിട്ടിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ ആ വെള്ളം 1.5 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് വെള്ളം ഏകദേശം ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഏകദേശമൊക്കെ ആകാറായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ നല്ല രീതിയിൽ തീ കൂട്ടി വെച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഏകദേശം 15 മിനിറ്റ് നേരം ഞാൻ നല്ല രീതിയിൽ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. മൈഗ്രെയിൻ്റെ സമയത്ത് മാത്രമല്ല കേട്ടോ, എനിക്ക് ഏറ്റവും കൂടുതൽ മുടി കൊഴിച്ചിൽ കാണുന്ന സമയത്തെല്ലാം ഞാനിത് ഉപയോഗിക്കാറുണ്ട്. ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് ഞാൻ ഉപയോഗിക്കാറ്. അപ്പം നല്ല രീതിയിൽ ഇത് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ട അടിപൊളി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു അരിപ്പ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഒരാഴ്ചയോളം നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് കരിഞ്ജീരകവും ഉലുവയും കൂടെ പൊടിച്ചിട്ട് ഒരു ചില്ലിൻ്റെ ബൗളിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഡെയിലി നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള ഐറ്റം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇത് ഞാൻ കളയാറില്ല. ഒന്നും കൂടെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് സ്പ്രേ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറാണ് കേട്ടോ പതിവ്. ഞാൻ ഡെയിലി ഉപയോഗിക്കാറില്ല, 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് തണുപ്പ് മാറിയതിന് ശേഷമാണ് കേട്ടോ ഉപയോഗിക്കാറ്. നല്ല രീതിയിൽ മുടി കൊഴിയുന്നുണ്ട്, ഒട്ടും തലയോട്ടിയിൽ മുടിയില്ല എന്നുള്ളവർ രാത്രി ഇതൊന്ന് തലയോട്ടിയിൽ ചെറിയ രീതിയിലൊരു മസാജ് പോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പം നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവണക്കെണ്ണയാണ്, അതായത് കാസ്റ്റർ ഓയിൽ എന്നൊക്കെ പറയും. എൻ്റെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒന്നാണ് ആവണക്കെണ്ണ. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം, അതുപോലെ തന്നെ ഉലുവ വെള്ളം, ഇതൊക്കെ എൻ്റെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒന്നാണ് കേട്ടോ. ആവണക്കെണ്ണയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് ആവണക്കെണ്ണ ഉപയോഗിക്കാതിരിക്കുക. ഞാൻ ഇതിലേക്ക് 5 ഡ്രോപ്സ് ആവണക്കെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അളന്ന് തന്നെ എടുക്കണം കേട്ടോ. അളവ് കൂടിപ്പോയാലും നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഞാൻ മുടി വെട്ടിയതിന് ശേഷം ഒരു സമയത്ത് എനിക്ക് ഒട്ടും മുടി വളരുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും അതുപോലെ തന്നെ വൈറ്റമിൻ ഇയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഓയിൽ ഞാൻ നൈറ്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് 100% റിസൾട്ട് നൽകിയിട്ടുള്ള ഒരു ഓയിൽ തന്നെയാണത്. ഞാൻ കാച്ചെണ്ണയും ഉപയോഗിക്കുന്ന ഒരാളാണ് കേട്ടോ. റെഗുലറായിട്ട് ഞാൻ ഒന്ന് തന്നെ അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല, ഞാൻ മാറ്റി മാറ്റിയാണ് ഉപയോഗിക്കാറ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒന്ന് തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പിന്നീട് അത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് മുടി കൊഴിച്ചിൽ കൂടുതലായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത്. കാസ്റ്റർ ഓയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതാണ് നമ്മൾ സ്കാൽപ്പിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഒറ്റ
പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കണ്ടു തുടങ്ങും. അതായത് നല്ല രീതിയിൽ മുടി ഊരിപ്പോരുന്നുണ്ടെങ്കിൽ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞ് ഹെയർ വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. മുടി ഒന്ന് വലിക്കുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന അത്രയും മുടി പോവില്ല, ഉറപ്പാണ്. ഹെയർ ഫോൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. 2 മാസമൊക്കെ നമ്മളിത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് തലയോട്ടി നിറയെ കുട്ടി കുട്ടി മുടികൾ കിളിർത്ത് വരും, മുടിക്ക് തിക്ക് വെക്കും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് കൂടി ചെയ്തേക്കുക. തലയോട്ടിയിലാണ് നമ്മളിത് മെയിനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. 20 മിനിറ്റ് നേരമെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് ഷാമ്പു യൂസ് ചെയ്യണമെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ബേബി ഷാമ്പു അങ്ങനെ ഏതെങ്കിലും ഷാമ്പു യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നമ്മളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആവടക്കെണ്ണ ഒഴിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കരുത്. നമ്മൾ ഉലുവയും കരിഞ്ചീരകവും ചായപ്പൊടിയും കൂടെ തിളപ്പിച്ച് ആ വെള്ളം വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. നമ്മൾ തലയോട്ടിയിൽ എപ്പോഴാണോ പുരട്ടി കൊടുക്കുന്നത് ആ സമയത്ത് വേണം കാസ്ട്രോൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. താരം കാരണം മുടി പൊഴിയുന്നവർ, ഹെയർ കട്ട് ചെയ്തിട്ട് മുടി ഒട്ടും വളരുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ടോണറാണിത്. മുടി തീർച്ചയായിട്ടും വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഈ ഹെയർ ടോണർ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.